ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയം പാമ്പിനെ പറ്റിയാണ്. പാമ്പ് ഈ ലോകത്തേക്ക് ഉത്ഭവിച്ചതിൻ്റെ ചരിത്രം ഇന്നലെ നമ്മൾ സൂചിപ്പിച്ചു. മഹാനായ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമെ ഈ ഭൂമിലോകത്ത് നിന്ന് ആകാശലോകത്തു നിന്നും ഭൂമിലോകത്തേക്ക് പറഞ്ഞയച്ചപ്പോൾ ഇബ്ലീസിനെയും അള്ളാഹു പുറത്താക്കി. അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇബ്ലീസിനെ ഭൂമിലോകത്തേക്ക് അയച്ചത് പാമ്പിൻ്റെ രൂപത്തിലാണ് എന്ന് ഇന്നലെ പ്രതിപാദിച്ചു. അപ്പോൾ നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഈ അടുത്ത കാലത്ത് അതിശക്തമായ ഉഷ്ണം അനുഭവപ്പെടുകയും ആ സമയത്ത് ഒരുപാട് പാമ്പിൻ്റെ കടിയേറ്റുകൊണ്ട് ഒരുപാട് പിഞ്ചുമക്കളും അതുപോലെ തന്നെ ഒരുപാട് പേര് മരണപ്പെട്ടതായിട്ടുള്ള വിവരം നമ്മൾ അറിയുകയും വാർത്തകൾ വായിക്കുകയൊക്കെ ചെയ്തവരാണ്. എത്രത്തോളം എന്ന് പറഞ്ഞാൽ ഒരു മാതാവ് തൻ്റെ 2 കുട്ടികളുമായി ഔട്ടിങ്ങിന് പോവുകയും മക്കളുടെ ആവശ്യപ്രകാരം അവരുടെ ഔട്ടിങ്ങൊക്കെ കഴിഞ്ഞ് അവർക്കൊരു ജ്യൂസ് മേടിച്ചു കൊടുക്കുകയും അങ്ങനെ വീട്ടിലേക്ക് കടന്നു വന്ന് മക്കളെ ഉറങ്ങുന്നതിന് വേണ്ടി അവരുടെ റൂമിലേക്ക് കയറ്റി മാതാവ് തങ്ങളുടെ റൂമിൽ കയറുകയും പിറ്റേന്ന് രാവിലെ ആയപ്പോൾ മക്കൾക്ക് ഭയങ്കര ഛർദ്ദിൽ വരികയും അങ്ങനെ ആശുപത്രിയിൽ കൊണ്ട് കാണിക്കുകയും അവസാനം ഇന്നലെ കഴിച്ച ജ്യൂസിൻ്റെ പേരിലാണ് മക്കളുടെ ഛർദ്ദിലെന്ന് തീരുമാനിച്ചുകൊണ്ട് അതിനുള്ള മരുന്നുകൾ മക്കൾക്ക് നൽകി തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ ആ മക്കളെ കിടത്തി ഉറക്കി ആ റൂമിൻ്റെ അകത്ത് ഒരു പാമ്പിനെ കാണുകയും ആ പാമ്പിൻ്റെ വിഷമേറ്റുകൊണ്ട് അവസാനം ആ കുട്ടികൾ ദാരുണമായി മരണപ്പെട്ട വിവരം നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ നമ്മളെല്ലാവരും അറിഞ്ഞവരാണ്. അങ്ങനെ ഒരുപാട് വേദനിപ്പിക്കുന്ന ഒരുപാട് നൊമ്പരപ്പെടുത്തുന്ന വാർത്തകൾ നമ്മൾ ഈ അടുത്ത കാലത്തായി അറിയുകയും അതിനുള്ള പോംവഴികളായി സർക്കാരും മറ്റുള്ള ആളുകളും പാമ്പിനെ വീട്ടിൽ കടന്നു വരാതിരിക്കുന്നതിന് വേണ്ടിയുള്ള മാർഗനിർദ്ദേശങ്ങൾ നമുക്ക് നൽകുകയൊക്കെ ചെയ്തിരുന്നു. പ്രധാനമായി പാമ്പിൻ്റെ ശല്യം ആ ഒരു സമയത്ത് കൂടാനുള്ള കാരണം എന്തെന്ന് ഓരോ ശാസ്ത്ര നിരീക്ഷകന്മാർ പറയുന്നത് അതിശക്തമായ ചൂടിൻ്റെ പേരിൽ ചൂട് സഹിക്കാൻ വയ്യാതെ തണുപ്പ് പ്രതീക്ഷിച്ചുകൊണ്ട് തണുപ്പുള്ള സ്ഥലത്തേക്ക് പാമ്പുകൾ അവരുടെ മാളം വിട്ടിറങ്ങി വരുന്നതാണ്. അതുപോലെ തന്നെ അവരുടെ പ്രജനന കാലഘട്ടവും കൂടിയായതിനാൽ അവരുടെ കൂട് വിട്ടുകൊണ്ട് നല്ലൊരു സേഫ്റ്റിയായ സ്ഥലം അന്വേഷിച്ചുകൊണ്ട് അവരുടെ മാളങ്ങളിൽ കഴിയാതെ പുതിയൊരു താമസ സ്ഥലം അന്വേഷിച്ചുകൊണ്ടാണ് ഓരോ വീടുകളിലേക്കും അത് കടന്നു വരുന്നത്. ഇങ്ങനെ ഒരുപാട് കാരണങ്ങൾ പറയപ്പെടുമെങ്കിലും ആ പാമ്പിൻ്റെ വരവിൽ നിന്നും നമ്മൾ മുൻകരുതൽ എടുക്കണമെന്നുള്ള നിർദ്ദേശങ്ങളൊക്കെ നമുക്ക് ലഭിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഈ പാമ്പ് എന്ന് പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സൃഷ്ടികളിൽപ്പെട്ട ഒരു സൃഷ്ടിയാണ്. ഇന്ന് നമ്മുടെ ഈശാ നമസ്കാരം 2ാമത്തെ റക്അത്തിൽ പാരായണം ചെയ്ത ഒരു ആയത്ത് നമ്മൾ ശ്രദ്ധിച്ചു കാണും. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഖുർആനിലൂടെ പറയുന്നു, വല്ലാഹു ഖലഖ കുല്ല ദാബത്തിൻ മിമ്മാ. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആനിലൂടെ ലോക ജനങ്ങൾക്ക് ഒരു പാഠം അല്ലാഹു പഠിപ്പിക്കുന്നു. വല്ലാഹു ഖലഖ കുല്ല ദാബത്തിൻ മിമ്മാ. ലോകത്തുള്ള എല്ലാ വസ്തുക്കളെയും അല്ലാഹു പടച്ചിരിക്കുന്നത് വെള്ളത്തിൽ നിന്നാണ്. വെള്ളം എന്ന് പറയുമ്പോൾ നമുക്കറിയാം, അതായത് വെള്ളം കൊണ്ടുള്ള ഉദ്ദേശം ബീജത്തുള്ളി അഥവാ നമ്മൾ വെറുക്കുന്ന ആ ഒരു ബീജത്തുള്ളിയിൽ നിന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്തുള്ള മുഴുവൻ വസ്തുക്കളെയും പടച്ചത്. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായി നമുക്കൊരു സംശയം ഉണ്ടാകും, എല്ലാ വസ്തുക്കളെയും അല്ലാഹു വെള്ളത്തിനാണല്ലോ, വെള്ളം കൊണ്ട് മാത്രമല്ലല്ലോ പടച്ചത്, മറ്റു പല രീതിയിലും അല്ലാഹു സുബ്ഹാനഹു വ തആല പടച്ചിട്ടുണ്ടല്ലോ. ഇതിന്റെ ആയത്തിന്റെ വിശദീകരണമായിട്ട് മുഫസ്സിരീങ്ങൾ ഖുർആനിന്റെ വ്യാഖ്യാതാക്കൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല വെള്ളം കൊണ്ട് ലോകത്തുള്ള എല്ലാ വസ്തുക്കളെയും പടച്ചു എന്ന് പറയുന്നതുകൊണ്ടുള്ള ഉദ്ദേശം ഈ ഭൂമി ലോകത്തുള്ള അല്ലാഹുവിന്റെ മുഴുവൻ സൃഷ്ടിജാലങ്ങളെ എടുത്തു നോക്കിയാൽ അധികവും അല്ലാഹു സുബ്ഹാനഹു വ തആല ബീജത്തുള്ളി കൊണ്ട് അഥവാ വെള്ളം കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പടച്ചതായിട്ട് നമുക്ക് മനസ്സിലാക്കാം. അങ്ങനെ ഉദ്ദേശിക്കാൻ മാത്രമേ ഈ ആയത്തിൽ നമുക്ക് കഴിയുകയുള്ളൂ. കാരണം മഹാനായ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമെ അല്ലാഹു സുബ്ഹാനഹു വ തആല പടച്ചത് മണ്ണുകൊണ്ടാണ്. അതുപോലെ തന്നെ അല്ലാഹുവിന്റെ മാലാഖമാരെ അല്ലാഹു പടച്ചത് പ്രകാശം കൊണ്ടാണ്. ജിന്നവർഗത്തെ അല്ലാഹു പടച്ചത് തീ കൊണ്ടാണ്. മഹാനായ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമെ അല്ലാഹു പടച്ചത് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ഉമ്മയിലേക്ക് ഒരു ഊതൽ ഊതുകയും ആ ഊതലിലൂടെയാണ് മഹാനായ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമയെ പടച്ചത്.